ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, ആകെ തിരക്കാണ് കേട്ടോ. സദ്യ ഒരുക്കേണ്ട തിരക്ക്, പിന്നെ വിഷുക്കണി, ഇന്നലെ വിഷുക്കണി ഒരുക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒരു വ്ളോഗിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വിഷു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സദ്യയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ മക്കൾക്കൊക്കെ ഇന്ന് ഒഴിവാണ്. അപ്പോൾ മക്കളും എല്ലാവരും ഉണ്ട് സദ്യ കഴിക്കാനായിട്ട്. എല്ലാവരും ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഉഷാറുണ്ട്. അല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ, എല്ലാവരും ഇല്ലെങ്കിൽ നമുക്ക് സദ്യ ഉണ്ടാക്കാനൊന്നും വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊക്കെ പലതും ഉണ്ടാക്കി. പാൽപ്പായസം ഉണ്ടാക്കി, കുറച്ച് സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, പായസം, അങ്ങനെ. ഹായ്, അപ്പോൾ ഇവിടെ വിഷുവിൻ്റെ സദ്യയൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇഡ്ഡലി സാമ്പാറും എല്ലാം ഉണ്ടാക്കി, ഇഡ്ഡലി സാമ്പാറും ചട്ടണിയെല്ലാം ഉണ്ടാക്കി. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ അതെല്ലാം വിട്ടുപോയി എടുക്കാൻ. അപ്പോൾ ഇത് വീഡിയോ എടുക്കലൊരു പണിയാണ് കേട്ടോ. പണിയുടെ ഇടയിൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ, അപ്പോൾ അതിൻ്റെ വിട്ടുപോയതാണ്. ഇനി കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറെല്ലാം റെഡിയായി, പിന്നെ സാമ്പാർ റെഡിയായി, അവിലിൻ്റെ കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണം. അങ്ങനെ ചെറിയൊരു സദ്യയേ ഉള്ളൂ. പായസം ഉണ്ടാക്കണം, പപ്പടം കാച്ചണം, അത്രയേ ഉള്ളൂ. വിഭവ സമൃദ്ധമായ എന്ന് പറഞ്ഞാൽ ഒരുപടി സദ്യ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയാലും ഒന്നാമത് കഴിക്കാൻ നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ. ഒരുപാട് പേരൊക്കെ ഉണ്ടാവണം, അപ്പോഴാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുമ്പോൾ ഒരു രസമുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊരു സദ്യയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതവിടെ അവിയലിനൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു പച്ചടിയൊക്കെ ഉണ്ടാക്കണം. പൈനാപ്പിൾ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കണം. അപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ ചോറ്, കുത്തരിയുടെ ചോറാവുകൊണ്ട് നല്ലപോലെ വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുക്കറിലാണ് വെക്കുന്നത്. പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് എല്ലാവരും ചിരകി തന്നാണ് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് സഹായിക്കാതെ നമുക്ക് നീങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ എല്ലാവരും സഹായിച്ചു. പിന്നെ അതാ അവിയലിൻ്റെ കഷ്ണം വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പായസത്തിന് വേണ്ടി പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യും. അതുപോലെ തന്നെ ഇതാ കാബേജ് തോരനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുമ്പോഴേ അതിൻ്റേതായ സമയം എടുക്കും. അപ്പം അങ്ങനെ അപ്പോൾ സദ്യയൊക്കെ റെഡിയായി. എല്ലാവരും കൂടി
സദ്യയെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വീഡിയോയും അതുപോലെ കുക്കിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ടൈം എടുക്കും കേട്ടോ, കുറച്ച് സമയമൊക്കെ. അപ്പോൾ അതാ എല്ലാം ഷൂട്ടിങ്ങും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ഉണ്ടാക്കാനും കഴിയില്ല. അപ്പോൾ എന്തായാലും പിന്നെ മക്കളൊക്കെ കഴിക്കുന്നത് മാത്രം ഉണ്ടാക്കി, പിന്നെ കഴിക്കാത്തത് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി അതൊന്നും. അപ്പോൾ ഞങ്ങൾ ഇനി സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു എന്നിരുന്നു. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷു ആവട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.